ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിലുണ്ടായ ഒരു അത്ഭുത അനുഭവത്തെ പറ്റിയാണ്. ജെമിനി സർക്കസ്. ഇങ്ങനെ സർക്കസിൻ്റെ കൊടികൾ ഉയർന്നു. സർക്കസിലെ കലാകാരന്മാരാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കസ് കൂടാരത്തിലേക്ക് കയറിയപ്പോൾ പുതിയൊരു ലോകത്ത് എത്തിയ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. വലിയ ടെൻറ്റ്, ലൈറ്റ്, ചുറ്റും ആളുകൾ, അവരുടെ ശബ്ദം, സംഗീതം, ഇതെല്ലാം നിറഞ്ഞൊരു മാജിക്കൽ വേൾഡ് ആയിരുന്നു ഇത്. ആദ്യത്തെ പെർഫോമൻസ് തന്നെ ഒരു ജഗ്ലറുടെ ആയിരുന്നു. ബോളുകൾ, റിങ്, ഫുട്ബോൾസ്, ഹാറ്റ്, ഇതെല്ലാം വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ഹാറ്റ് കൊണ്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അടുത്തത് ഒരു കണ്ടോർഷനിസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. അതായത് നമ്മുടെ ബോഡി അത്യധികം ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റുന്നതിനാണ് കണ്ടോർഷനിസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്. അടുത്തതായി സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റണ്ടുകളായിരുന്നു. ഒട്ടും വൈകാതെ തന്നെ ഒറ്റച്ചക്രമുള്ള സൈക്കിൾ വെച്ചിട്ടായിരുന്നു അടുത്ത സ്റ്റണ്ട് എന്ന് പറയുന്നത്. ഇതിനെ യൂണിസൈക്കിൾ പെർഫോമൻസ് എന്ന് പറയാം. ബാലൻസിങ് ആക്ട്, മോട്ടോർ സൈക്കിൾ ആക്ട്, ഫയർ പെർഫോമൻസസ്, അങ്ങനെ തുടങ്ങി 20ഓളം ഐറ്റംസ് ഉണ്ട് ഈ ഒരു സർക്കസ്. ഏകദേശം 2 മണിക്കൂറാണ് ഒരു ഷോ വരുന്നത്. ഒരു ദിവസം ഇവർക്ക് 3 ഷോകളാണ് ഉള്ളത്. ഞാൻ ഈ വീഡിയോയിൽ മിനിമൽ പെർഫോമൻസസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരു ചെറിയ മിസ്റ്റേക്ക് എത്ര വലിയ അപകടം ഉണ്ടാക്കാമെന്ന് അറിഞ്ഞിട്ട് പോലും അവർ അത്ര കറേജ്ഫുള്ളി ആയിട്ടാണ് ഒരു പെർഫോമൻസ് ചെയ്യുന്നത് തന്നെ. അത് ശരിക്കും നമ്മൾ നേരിട്ട് കാണേണ്ടത് തന്നെയാണ്. ഞാൻ ഏറ്റവും അധികം ടെൻഷൻ അടിച്ച് കണ്ട പെർഫോമൻസ് ഇതാണ്. ഞാൻ ഈ ഒരു പെർഫോമൻസ് കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം അടുത്ത പെർഫോമൻസ് തുടങ്ങി. അതായത് കണ്ണ് കെട്ടിയുള്ള ഈ ഒരു പെർഫോമൻസ്. ഇതിനെ അക്രോബാറ്റിക് പെർഫോമൻസ് എന്ന് പറയും. സർക്കസ് എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഹാർഡ് വർക്ക്, പെയിൻ, ഡ്രീംസ്, പ്രാക്ടീസ്, ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു വേൾഡാണ് സർക്കസ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത പെർഫോമൻസ് എന്ന് പറയുന്നത് ട്രാപ്പീസ് ആർട്ട്. അത്രയ്ക്ക് സേഫ്റ്റി ഒന്നും ഇല്ലാതെ ചാടുന്നു, പിടിക്കുന്നു, പറക്കുന്നു. എനിക്കപ്പോഴാണ് മനസ്സിലായത് ഇത് വെറും ഷോ മാത്രമല്ല, ഇത് വർഷങ്ങളുടെ പ്രാക്ടീസ്, ഡിസിപ്ലിൻ, കറേജ്, ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു ജീവിതം കൂടിയാണ്.